അപ്പൊ ഗൈസ് നമ്മള് ഐശ്വന്റെ പ്രസവത്തിന് വേണ്ടി പോവാണ്. നമ്മുടെ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്ന കുട്ടിപ്പാപ്പ ഇത് നമ്മളെ പുറത്തേക്ക് വരാൻ പോവുകയാണ്. നാളെ വരും അധികം അല്ലേ? ഓക്കെ റെഡി. ടെൻഷനൊന്നും അങ്ങനെ ഇല്ല. എന്തായാലും കുഞ്ഞാവര് നമുക്ക് എടുക്കണ്ടേ. നിങ്ങളൊപ്പം അമ്മയുണ്ട് കൂടെ. കുറെ ടെസ്റ്റൊക്കെ ചെയ്തു, ചെക്കപ്പ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ റൂമിലേക്ക് മാറി. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞിട്ടിങ്ങനെ രാത്രി പെയിൻ വരാനുള്ള ടാബ്ലറ്റ് കൊടുക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പം നമ്മുടെ ഡേറ്റ് ഇപ്പം നാളെയാണ് ഡേറ്റ്. അപ്പം കുട്ടിപ്പാപ്പൊക്കെ നമ്മുടെ വീട്ടിക്ക് വരാനുള്ള ഒരു താല്പര്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ കുലുങ്ങി പറഞ്ഞു. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് ഭയങ്കര ആക്റ്റീവ് എന്നാ പറഞ്ഞത്. എന്താ അപ്പൊ നമ്മൾ തന്നെ അതിന് പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അപ്പം ഡോക്ടർ ഇന്ന് 10 മണിക്ക് ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കാം എന്താവും. നല്ല റൂമൊക്കെ അല്ലേ, സെറ്റപ്പാണ് റൂമൊക്കെ. ഞാൻ കാണിച്ചതാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് ബൈസ്റ്റാൻഡർ ബെഡ്, ഇത് പേഷ്യന്റിനുള്ള ബെഡ്, പിന്നെ ഇവിടെ TV ഉണ്ട്, കബോർഡ്സ് ഉണ്ട്, കബോർഡുണ്ട് ബാത്റൂമത്ത്. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു ടേബിള്, വാഷ് ബേസ്, പിന്നെ ഇതാ ഇവിടെ ഒരു സോഫ. ഇവിടെയൊക്കെ ഇവിടെയും കിടന്നുറങ്ങാം. ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. കൊള്ളാം, റൂമൊക്കെ കൊള്ളാം. ഇപ്പം നേഴ്സ് വന്നിട്ട് കുട്ടിയുടെ ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കേൾക്കുന്ന വെച്ച ഹാർട്ട് ബീറ്റ് കുട്ടിയുടെ. മൂമെന്റ്സ് വന്നാൽ ഇതിനെ കൊണ്ട് പ്രസ് ചെയ്യണം. പക്ഷേ രാത്രി ഗുളിക കുടിക്കണ്ടേ? എന്തുണ്ട് ഐശു, ഇന്ന് പോയി വരുമോ? അപ്പൊ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നാളെ സിസേറിയൻ ചെയ്യുന്ന പറഞ്ഞേ. അപ്പം വരും എന്ന പ്രതീക്ഷയോടെ ഐശു കിടക്കുന്നു. ടെൻഷൻ ഉണ്ടോ? ടയർഡാണോ? നോക്കാം. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഇന്നും കൂടി നമ്മൾ ടയർഡായിട്ട് സഹിച്ച് നാളെ എന്തായാലും ഡെലിവറി ഉണ്ടാവും. അപ്പം നാളെ ഒരാൾ കരയും, നമ്മൾ ചിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പം രാത്രി 10:30 സമയം. അപ്പം ഐശുവിന് ഇപ്പം 2ാമത്തെ ദിവസവും പെയിൻ വരാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാവരും കൂടിയിട്ട് കുട്ടിപ്പാപ്പേനെ എങ്ങനെയെങ്കിലും വിളിച്ച് പുറത്തെത്തിക്കാൻ പറഞ്ഞിരിക്കുക അല്ലേ ആര്യ? കുട്ടിപ്പാപ്പേനെ നിങ്ങളെല്ലാരും ഒന്ന് ആഞ്ഞു വിളിക്കും, എന്നാ പുറത്തേക്ക് വരും. അരിമയ്ക്ക് എന്താ പറയാനുള്ളത്? കുട്ടീനെ എടുക്കേണ്ടി വരുമോ അല്ല കുട്ടി വരുമോ എന്നറിയാം. അടിച്ച് വെള്ളം കുടിക്കുന്ന ഡാഡി. എന്താ ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്യുന്ന ഒരു അമ്മമ്മ, അപ്പൂപ്പൻ, അമ്മയമ്മ. ഇപ്പൊ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. എന്താ പറയാനുള്ളത്? നല്ലൊരു മൊമെന്റ് ആയിരുന്നു. പുതിയൊരു ലൈഫ് എക്സ്പീരിയൻസ്. സിനിമയിലും കണ്ടിട്ടില്ലേ ഉള്ളൂ. സത്യം. ഓക്കെ പറഞ്ഞേട്ടാ, ഫ്യൂച്ചർ കുഞ്ഞാവയോട് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഫ്യൂച്ചർ കുഞ്ഞാവനോട് കുഞ്ഞാവ വന്നിട്ട് പറയാം. നമ്മൾ ഐശ്വര്യ എന്താണ് അറിയാൻ വേണ്ടി ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. എന്താ പറയാനുള്ളത്? വലിയ സന്തോഷം, അത്രയില്ല. കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇനി കുറച്ച് നിമിഷം കഴിഞ്ഞാൽ ഒരു അമ്മമ്മയാവാൻ പോകുന്നു. എന്താ പറയാനുള്ളത്? സന്തോഷത്തോടെ
എന്താ പറയാനുള്ളത്? സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. എന്താ ഒരു മേമയാവാൻ പോകുന്നു, എന്ത് പറയുന്നു? നല്ല കട്ട തീരെ ക്ഷമയില്ലാത്ത അമ്മ. അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേൾക്കുകയോ ഇല്ലയോ. എന്താ അമ്മൂമ്മ? അമ്മമ്മക്ക് ക്ഷമയില്ല. ക്ഷമയില്ല, തീരില്ല. ഇതലേ നിസ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലെ, ഇനിയും നിന്നുള്ളം നോവല്ലേ, അകാലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മൂക്കിലെ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പാടാറും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീയിന്നർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ. പകലും ഇരവും വെറുതെ ഒഴുകി, ഉടലും ഉയിരും അറിയാതൊരുകി, ഇനിയുണരുമ്പോഴൻ പകൽ തൊടു ഇതളെ. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം 4 മാസം ആവാറായി. അപ്പം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫുൾ ടൈം കുട്ടിപ്പാപ്പയോടൊപ്പം തന്നെ ആയി. നമ്മുടെ ലൈഫ് മൊത്തം ഒരു ചേഞ്ച് ആയിരുന്നു. ലൈക്ക് രാത്രി ഉറക്കം മാറി, നൈറ്റ് ഫുള്ളി ഇവിടെ എണീച്ചിരിക്കും. അന്നേരം നമ്മളും എണീച്ചിരിക്കലായി, പകൽ ഉറക്കമായി, അങ്ങനെയൊക്കെ മൊത്തം റൂട്ടീനൊക്കെ ചേഞ്ച് ആയി. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇഷ്യൂ? എന്താണ് നമ്മുടെ സിസേറിയൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്തായിരുന്നു? സിസേറിയൻ്റെ എക്സ്പീരിയൻസ് ആകുമ്പോൾ സിസേറിയൻ അന്ന് കഴിഞ്ഞ ദിവസം വലിയ പെയിൻ അറിയില്ല, നമുക്ക് അതിൻ്റെ പെയിൻ അറിയില്ല. ഇഞ്ചക്ഷൻ വെക്കുന്നതിൻ്റെയൊക്കെ അറിയും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല അറിയാം, പെയിനൊക്കെ അറിയാം. പിന്നെ സിസേറിയൻ കഴിഞ്ഞ പാടെ കുഞ്ഞുമാവരെ കാണിച്ചു തരും, നമുക്ക് അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാറ്. അപ്പോൾ ഉമ്മയൊക്കെ കൊടുത്ത് അവള് പോകുന്ന സമയത്ത് എനിക്ക് ആ കണ്ണ് നിറഞ്ഞു, അവളെ കൊണ്ടുപോകുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒബ്സർവേഷനിലായിരുന്നു, അഹല്യയിലായിരുന്നു. അവിടെ നേഴ്സുമാരൊക്കെ നന്നായി നോക്കി അവരെ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കി കറക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ കാണും, റൂമിലൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ഭർത്താൻ ഗിഫ്റ്റൊക്കെ തരുന്നതൊക്കെ. അന്നേരം ഇങ്ങനത്തെ ഒരു തങ്കക്കുട്ടീനെ തന്നുകൊണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ ലൈഫ് സ്റ്റൈലും ഇവിടെ വന്നതിന് ശേഷം അതുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ഒരു പുതിയ രീതിയിലേക്ക് മാറി. പിന്നീട് അഹല്യനെ പറ്റി പറയണം, നല്ല സർവീസും ഡോക്ടേഴ്സ്. നമ്മള് സുശീല തമ്പി പറഞ്ഞ ഡോക്ടറായിരുന്നു കാണിച്ചത്, നല്ല ഡോക്ടറുമാണ്. അതേപോലെ നഴ്സസ് ആയാലും എല്ലാവരും നല്ല സർവീസ് ആയിരുന്നു, ഏത് ടൈം വിളിച്ചല്ലോ. അപ്പം സിസേറിയൻ കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിലായിരിക്കും. അപ്പം നേഴ്സുമാരാണ് നമ്മളെ കൂടുതലും കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തത്. കാരണം നമ്മൾ നല്ലോണം റെസ്റ്റ് വേണം, അവരാണ് എല്ലാം ഫുഡാണെങ്കിലും എന്തെങ്കിലും എടുത്തു തരുന്നതെല്ലാം, കുട്ടിയുടെ കാര്യം നോക്കുന്നതൊക്കെ അവർ തന്നെയായിരുന്നു. എല്ലാം കാര്യം ടേക്ക് കെയർ ചെയ്യണതെല്ലാം അവർ തന്നെയായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇവരെല്ലാവരും. അതൊക്കെ എടുത്തു പറയേണ്ട. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് പിന്നെ റൂമിലേക്ക് വിടാം. അപ്പൊ ഇനിയിപ്പോ നമ്മള് അടുത്തതായിട്ട് ഇപ്പൊ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് കണ്ണൂരേക്ക് പോവാണ്. അപ്പൊ അവിടെ പോയിട്ട് ഇനി ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഒരു ചെറിയൊരു പ്രസവ രക്ഷ
പരിപാടികൾ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരാം. അപ്പം ബായ് പറയല്ലേ.